ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോണത് ഒരു ഏട്ടമുട്ടയാണ് കേട്ടോ. മിക്കവർക്കും ഇത് അറിയായിരിക്കും ഏട്ടമുട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ഹാർഡായി. ഞാൻ വെള്ളത്തിലിട്ട് ഞാൻ വേവിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഇഡ്ഡലിച്ചെമ്പിൽ ആവി കയറ്റിയിട്ടൊന്ന് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് ഞാൻ തിരുമ്മിയിട്ട്, വേറെ ഒന്നും ചേർത്തിട്ടില്ല, വെറുതെ ഉപ്പ് തിരുമ്മിയിട്ടാണ് ഞാൻ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ നല്ല പോലെ വേവിച്ചെടുക്കുക. ഇത് വേവിക്കുമ്പോൾ നമ്മൾ സാധാരണ ഹാർഡാ പറഞ്ഞത് ഇത്തിരി സോഫ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നമുക്ക് ഇളക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തന്നെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വാരിയെടുക്കുക. നല്ല പോലെ വെന്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്കറിയാലോ, വെളിച്ചെണ്ണയോ ഓയിലോ ഏത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അത് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഓയിലാണ്. പിന്നെ ഒരു ഇടത്തരം സബോള എടുത്തിട്ടുണ്ട്. അതപ്പോൾ കുനുകുനൂന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ പച്ചമുളകും നല്ല എരിവുള്ള പച്ചമുളകാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണെങ്കിൽ അതാക്കാം. അതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ കുനുകുനൂന്ന് അരിഞ്ഞിട്ട് എടുക്കുക കേട്ടോ. നമ്മൾ മുട്ട ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ. ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല കറി ലൂസ് ഉണ്ടെങ്കിൽ ഇത്തിരി അധികം ഇട്ട് കൊടുത്തോ, എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, അത് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ മറ്റേതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി. ഇതിൽ ഗരം മസാല നമ്മൾ ഇടില്ല കേട്ടോ. ഇത് മീനായ കാരണം ഗരം മസാല നമ്മൾ അധികം ചേർക്കുന്നില്ല, നമ്മൾ ഒട്ടും ഇടുന്നില്ല. പിന്നെ നമുക്ക് കുറച്ച് മുട്ടയുള്ള കാരണം അല്ലാതെ നമുക്ക് അറിയാലോ കണക്ക്, കുറച്ച് കുറച്ച് ഒരു സ്പൂണ് മുളക് പൊടി, അര സ്പൂണ് മല്ലി, മഞ്ഞൾപ്പൊടി, അങ്ങനെ കുറച്ച് കുറച്ച് മതി. പിന്നെ ഒരു ചെറിയ നല്ല പഴുത്ത തക്കാളി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കെല്ലാം ആവശ്യമായിട്ടുള്ളത് ഒരു ചെറുനാരങ്ങ, ഒന്നിൻ്റെ പകുതി മതി കേട്ടോ. നമുക്ക് കുറച്ചായി കാരണം കുറച്ച് മതി. പിന്നെ വിനാഗിരി ആണെങ്കിൽ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ വാളംപുളിയില്ലേ, അത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ചെടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ആക്കിയിട്ട് അതായാലും മതി. എൻ്റെ കയ്യിൽ രണ്ടും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ചെറുനാരങ്ങ യൂസ് ചെയ്തത് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഈ ഏട്ടമുട്ടയിൽ മസാല ഒന്നും പിടിച്ചിട്ടില്ല, അപ്പോൾ അതൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പോലെ പാകമായിട്ട് വന്നിട്ടുണ്ട്. മസാലയും എല്ലാം ഏട്ടയിൽ നല്ല മുട്ടയിൽ മസാല ഒക്കെ നല്ല പോലെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വെറൈറ്റി സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഒരു മുട്ട, ഒന്നോ രണ്ടോ മുട്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതാട്ടോ, അതൊന്നും കുഴപ്പമില്ല. എൻ്റെ ഞാനിപ്പോൾ കുറച്ചുള്ളത് കൊണ്ടാണ് ഒരു മുട്ട എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ഒന്നോ രണ്ടെണ്ണം എടുക്കാൻ കുഴപ്പമില്ല. പിന്നെ മല്ലിയിലാണെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കറി ലൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇടിച്ച മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി അതിൽ ഉപ്പുള്ളതാണ്, പിന്നെ വീണ്ടും ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല പോലെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമ്മുടെ ഏട്ടമുട്ട റെഡി ആയിട്ടുണ്ട്. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യണം, ഫോളോ ചെയ്യാനും മറക്കരുത്.